സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. മുനമ്പത്തെ വഖഫ് ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് സമസ്ത ഇ.കെ. വിഭാഗത്തിന് പിന്നാലെ കാന്തപുരം വിഭാഗവും രംഗത്തെത്തി. കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിൽ എ.പി. സുന്നി വിഭാഗം എഴുത്തുകാരനും ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ OM ഒരു തവണ എഴുതിയ ലേഖനത്തിലൂടെയാണ് നിലപാട് വ്യക്തമാക്കിയത്. മുനമ്പം വിഷയത്തിന് പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് നഷ്ടപ്പെട്ട വഖഫ് ഭൂമിയിൽ തിരിച്ചുപിടിക്കണമെന്ന ആവശ്യം സമസ്ത കാന്തപുരം വിഭാഗം ഉന്നയിക്കുന്നത്. മുനമ്പത്തേത് ഉൾപ്പെടെ നഷ്ടപ്പെട്ട മുഴുവൻ വഖഫ് ഭൂമികളും തിരിച്ചുപിടിക്കണമെന്ന് സിറാജിലെ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു. ചില രാഷ്ട്രീയ നേതാക്കന്മാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് പറയുന്നതെന്ന വിമർശനം സമസ്ത ഇ.കെ. വിഭാഗം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന നിലപാടുമായി കാന്തപുരം വിഭാഗവും രംഗത്തെത്തിയത്. വഖഫുകൾ സമുദായത്തിന്റെ പൊതുസ്വത്താണ്. വഖഫ് ബോർഡിന്റെ രേഖകളിൽ വഖഫായി രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഒരു ഭൂമിയുടെ പേരിലും ബോർഡ് നോട്ടീസ് അയക്കില്ല. വഖഫ് ഭൂമിയുടെ ആധാരം കൊണ്ട് രജിസ്ട്രാർ ഓഫീസിൽ ചെന്നാൽ ഒരു രജിസ്ട്രാറും വിൽപ്പനാധാരം ചെയ്തു കൊടുക്കില്ല. ഇങ്ങനെയുള്ളപ്പോൾ മുനമ്പത്തേതും തലപ്പുഴയിലെയും ചാവക്കാട്ടെയും ഇരകൾക്ക് പിന്നെ എങ്ങനെ വഖഫ് ഭൂമി രജിസ്റ്റർ ചെയ്ത് കിട്ടിയെന്ന ചോദ്യം ലേഖനത്തിലൂടെ സമസ്ത കാന്തപുരം വിഭാഗം ഉന്നയിക്കുന്നു. വഖഫ് ഭൂമിയുടെ ഈ അനധികൃത കച്ചവടത്തിൽ മറ്റു പലർക്കും പങ്കുണ്ടെന്നും പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും OM തരുവണ്ണ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. വഖഫ് സ്വത്ത് വിറ്റ് കാശാക്കിയവരിൽ നിന്ന് പണം തിരിച്ചുപിടിച്ച് കബളിക്കപ്പെട്ട നിരപരാധികളെ പുനരധിവസിപ്പിക്കണമെന്നും സമസ്ത കാന്തപുരം വിഭാഗം ആവശ്യപ്പെടുന്നു. കോഴിക്കോട് നടന്ന SKSFന്റെ ആദർശ സമ്മേളനത്തിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കവും മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന വാദം ഉന്നയിച്ചിരുന്നു.